ഹലോ, കേരള PSC പരീക്ഷകൾക്ക് വേണ്ടി വളരെ ഗൗരവമായി തയ്യാറെടുക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ഈ ഒരു വിവരണം തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലൊന്ന് പഠിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് നോക്കിയാലോ? ആദ്യം തന്നെ നദികളെ അവ ഒഴുകുന്ന ദിശയനുസരിച്ച് വെസ്റ്റ് ഫ്ലോയിങ്, ഈസ്റ്റ് ഫ്ലോയിങ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കും. അതിനുശേഷം ഈ ഓരോ വിഭാഗത്തിലെയും പ്രധാനപ്പെട്ട നദികളെ നമുക്ക് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം. പിന്നെ ഈ നദികളൊക്കെ ഏതൊക്കെ വന്യജീവി സങ്കേതങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും നോക്കും. ഏറ്റവും അവസാനം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ടൊരു ഫൈനൽ റിവ്യൂവും ഉണ്ടാവും. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിലാകെ 44 പ്രധാന നദികളാണുള്ളത്. ഇതിൽ 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. വെറും 3 എണ്ണം മാത്രം കിഴക്കോട്ടും. ഈ ഒരു വേർതിരിവ് മനസ്സിലുറപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരുപാട് ചോദ്യങ്ങളുടെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് അവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ ഈ കാണുന്നതുപോലെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം നദികളും, അതായത് 41 എണ്ണവും വെസ്റ്റ് ഫ്ലോയിങ് ആണ്. അവ പടിഞ്ഞാറോട്ടൊഴുകി നേരെ അറബിക്കടലിലോ അല്ലെങ്കിൽ കായലുകളിലോ ചെന്നുചേരുന്നു. എന്നാൽ വെറും 3 നദികൾ മാത്രം ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. അവ കിഴക്കോട്ടൊഴുകി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കടന്ന് അവിടുത്തെ പ്രധാന നദികളുടെ ഭാഗമായി മാറുന്നു. ശരി, അപ്പൊ നമുക്കാദ്യം ഈ വെസ്റ്റ് ഫ്ലോയിങ് നദികളിലെ പ്രധാനികളെ ഒന്ന് പരിചയപ്പെടാം, അല്ലേ? ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ചാലിയാർ നദിയെക്കുറിച്ചാണ്. ബേപ്പൂർ പുഴ എന്നൊരു പേരും ഇതിനുണ്ട്. അപ്പോ ചാലിയാറിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ചാലിയാർ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരിയിലുള്ള ഇളമ്പലാരി കുന്നുകളിൽ നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങി വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകി അവസാനം ബേപ്പൂരിൽ വച്ച് അറബിക്കടലുമായി ചേരുന്നു. ഇനി കുറച്ച് കണക്കുകൾ ഇത് ഓർത്തുവെക്കണം. ചാലിയാറിന്റെ ആകെ നീളം 169 കിലോമീറ്ററാണ്. ഇത് കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ്. ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒഴുക്ക്. ഇത് ശ്രദ്ധിക്കണം, പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണിത്. ചാലിയാറിന്റെ പ്രധാനപ്പെട്ട പോഷകനദികൾ ഏതൊക്കെയാണെന്നും അതിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്നും ഉറപ്പായും ഓർത്തുവെക്കണം. ഇരുവഞ്ഞിപ്പുഴ, കരിമ്പുഴ, പുന്നപ്പുഴ എന്നിവയൊക്കെ പ്രധാനപ്പെട്ട പോഷകനദികളാണ്. അതുപോലെ ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നതും ചാലിയാർ തന്നെയാണ്. വെറുമൊരു നദി മാത്രമല്ല ചാലിയാർ, അതിനൊരു വലിയ പോരാട്ടത്തിന്റെ ചരിത്രം കൂടിയുണ്ട്. കേരളത്തിലെ ആദ്യമായി വായു ജലമലിനീകരണത്തിനെതിരെ നടന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിന് വേദിയായത് ഈ ചാലിയാറിന്റെ തീരമാണ്. മാവൂരിലെ ഗ്വാളിയോർ അയോൺസ് ഫാക്ടറിക്കെതിരെയായിരുന്നു ആ ഒരു ചരിത്രപരമായ സമരം നടന്നത്. അപ്പോ അടുത്ത ആളിലേക്ക് കടക്കാം. ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ നീളവുമായി കേരളത്തിലെ 5ാമത്തെ വലിയ നദിയാണിത്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതല്ല. കേരളത്തിലെ നദികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ളത് ചാലക്കുടി പുഴയ്ക്കാണ്. ഏറ്റവും കൂടുതൽ മത്സ്യ ഇനങ്ങളെ കാണുന്നതും ഇവിടെ തന്നെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പിന്നെ ചാലക്കുടി പുഴ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ടല്ലേ? അതെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പിള്ളി. അത് ഈ ചാലക്കുടി പുഴയിലാണ്. അതുപോലെ തന്നെ പ്രശസ്തമായ വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഈ പുഴയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പോൾ വെസ്റ്റ് ഫ്ലോയിങ് നദികളെ നമ്മൾ കണ്ടു. ഇനി നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക്, അതായത് കിഴക്കോട്ടൊഴുകുന്ന നദികളിലേക്ക് പോകാം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആകെ 3 എണ്ണമേ ഉള്ളൂ. ഈ ഈസ്റ്റ് ഫ്ലോയിങ് നദികളിലെ ബിഗ് ബോസാണ് കബനി. ഈ മാപ്പിൽ നോക്കൂ, വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നുത്ഭവിച്ച് കർണാടകയിലേക്ക് കടന്ന അവസാനം കാവേരി നദിയിൽ ചെന്നു ചേരുകയാണ്. അതായത് കാവേരിയുടെ ഒരു പ്രധാന പോഷക നദിയാണ് നമ്മുടെ കബനി. അപ്പോൾ ആ കിഴക്കോട്ടൊഴുകുന്ന 3 പേരാരൊക്കെയാണ്? കബനി, ഭവാനി, പിന്നെ പാമ്പാർ. ഇതിൽ കബനിയാണ് കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയത്. കേരളത്തിനുള്ളിലെ നീളമാണ് ഈ പറയുന്നത് 57 കിലോമീറ്റർ. ഭവാനിക്ക് 38 കിലോമീറ്ററും ഏറ്റവും ചെറിയ ആളായ പാമ്പാറിന് 25 കിലോമീറ്ററും നീളമുണ്ട്. ഈ 3 നദികളും കാവേരിയുടെ പോഷക നദികളാണ് എന്ന കാര്യം മറക്കരുത്. ഇതൊരു ഷോർട്ട് ചോദ്യമാണ്, പലതവണ ആവർത്തിച്ചു കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, അതായത് മണ്ണുകൊണ്ടുള്ള അണക്കെട്ട് ബാണാസുര സാഗർ, അത് വയനാട്ടിലെ കബനിയുടെ ഒരു പോഷക നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത സെക്ഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചേരുംപടി ചേർക്കുക അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഏരിയ. അതായത് നദികളും വന്യജീവി സങ്കേതങ്ങളും തമ്മിലുള്ള കണക്ഷൻ.
നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം തന്നെ സൈലന്റ് വാലി. സൈലന്റ് വാലിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ട പേരാണ് കുന്തിപ്പുഴ. ഈ ദേശീയോദ്യാനത്തിന് ജീവൻ നൽകിക്കൊണ്ട് അതിന്റെ ഹൃദയഭാഗത്തൂടി ഒഴുകുന്നത് കുന്തിപ്പുഴയാണ്. അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതം. ഇതിലൂടെ ഒഴുകുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളിലൊന്നായ പാമ്പാറാണ്. പ്രശസ്തമായ മരയൂരിലെ ചന്ദനക്കാടുകൾക്ക് തണലേകുന്നതും ഈ പാമ്പാർ നദി തന്നെ. നമ്മൾ നേരത്തെ പഠിച്ച ചാലക്കുടിപ്പുഴ ഓർമ്മയില്ലേ? ആ പുഴയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ലൈഫ് ലൈൻ എന്ന് തന്നെ പറയാം. പറമ്പിക്കുളത്തിന്റെ പ്രധാന ജലസ്രോതസ് ചാലക്കുടിപ്പുഴയാണ്. ഇനി മറ്റു ചില പ്രധാനപ്പെട്ട കണക്ഷൻസ് കൂടി നമുക്ക് വേഗത്തിൽ നോക്കാം. വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് കബനിയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ പെരിയാർ ഒഴുകുന്നു. ആറളം വന്യജീവി സങ്കേതത്തിൽ ചീങ്കണ്ണിപ്പുഴയും കുമരകം പക്ഷി സങ്കേതത്തിൽ കവനാറും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി അതെല്ലാം കൂടി ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഒരു ഫൈനൽ റിവിഷൻ. ഇതുവരെ പഠിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം. പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളും ഡാമുകളും അവയുടെ നദികളും. പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഇത് സഹായിക്കും. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടിപ്പുഴയിൽ, തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിൽ, ബാണാസുര സാഗർ അണക്കെട്ട് കബനിയിലും തുമ്പൂർമുഴ അണക്കെട്ട് ചാലക്കുടിപ്പുഴയിലുമാണ്. ഇവയൊക്കെ ഏത് ജില്ലയിലാണെന്നും ഓർത്തുവെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ചില യുണീക്ക് ഫീച്ചേഴ്സ് നോക്കാം. പരീക്ഷയ്ക്ക് കുറച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങൾ വരുന്നത് പലപ്പോഴും ഈ ഏരിയയിൽ നിന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ തേക്കിൻതോട്ടമായ കനോലി പ്ലോട്ട്, അത് ചാലിയാറിന്റെ തീരത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപായ കുറുവാദ്വീപ് കബനി നദിയിലാണ്. പിന്നെ ചാലിയാറിന്റെ തീരങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം. എസ്.കെ. പൊറ്റക്കാടിന്റെ വളരെ പ്രശസ്തമായ നാടൻ പ്രേമം എന്ന നോവലിൽ ഒരു നദിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അത് ചാലിയാറിന്റെ ഒരു പോഷകനദിയാണ്. അത് ഏതാണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഉത്തരം ഇരുവഞ്ഞിപ്പുഴയാണ്. അപ്പോൾ കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.